Welcome to RK's Stories. താളം ഭാഗം 18. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു സായാഹ്നം. കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി തിരികെ വരും വഴിയാണ് വീടിന്റെ മുന്നിൽ ബൈക്കിന്റെ അടുത്ത് കുനിഞ്ഞിരുന്ന് എന്തോ നോക്കുന്ന പ്രവീണിനെ ശ്രീകല കണ്ടത്. മിനി പറഞ്ഞ കല്യാണാലോചനയെക്കുറിച്ചാണ് അവനെ കണ്ടപ്പോൾ ശ്രീകലയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ധൃതിയിൽ നടന്ന് അവന്റെ അടുത്തേക്ക് എത്തിയ ശ്രീകല എന്താണ് അവൻ നോക്കുന്നതെന്നറിയാൻ ബൈക്കിലേക്ക് നോക്കി. എന്തു പറ്റി മോനെ? പെട്ടെന്ന് കേട്ട ആ ചോദ്യത്തിൽ പ്രവീൺ ഞെട്ടിപ്പോയി. തൊട്ടടുത്ത് ശ്രീകലയെ കണ്ടതോടെ അവൻ ചാടി എഴുന്നേറ്റു. ഞാനേ ഇതുവഴി പോയപ്പോ ഇവിടെ വെച്ച് പെട്ടെന്ന് ബൈക്ക് കടയിൽ പോയി, അതൊന്ന് നോക്കുകയായിരുന്നു. മുക്കിയും മൂളിയും ഒരു വിധത്തിൽ അവൻ പറഞ്ഞൊപ്പിച്ചു. ഇടയ്ക്കൊക്കെ അവൻ അറിയാതെ തന്നെ അവന്റെ നോട്ടം യാമിയുടെ വീട്ടിലേക്കും പാറിപ്പോകുന്നുണ്ടായിരുന്നു. അയ്യോടാ, എന്നിട്ട് ശരിയായോ? ഓ ശരിയായി. എന്നാ ഞാൻ പോട്ടെ ആന്റി. അതെന്ത് പോക്ക? ഇവിടെ വരെ വന്നേച്ച് വീട്ടിൽ കയറാതെ പോവാനോ? അത് പറ്റത്തില്ല, വന്നേ. വരുംകാല മരുമകനെ സൽക്കരിക്കാൻ ഒരവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു ശ്രീകല. പ്രവീൺ ആകട്ടെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന മട്ടിലുമായി. അങ്കിള് ജോലി കഴിഞ്ഞു വന്നില്ല ആന്റി? ശ്രീകലയുടെ പിന്നാലെ നടക്കുന്നതിനിടയിൽ അവൻ ചോദിച്ചു. വരാറൊക്കെ ആയിട്ടുണ്ട്, ഇപ്പൊ വരുമായിരിക്കും. മോനിങ്ങോട്ടിരിക്കെ, ഞാനേ കുടിക്കാൻ എന്തേലും എടുത്തോണ്ട് വരാം. അയ്യോ അതൊന്നും വേണ്ട ആന്റി. സാരയില്ലെന്നേ, മോനിവിടെ ഇരിക്കേ. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ വരാന്തയിലെ കസേരയിലേക്ക് ഇരുന്നപ്പോ അവർ വാതിലിൽ തട്ടി. യാമി മോളെ, വാതിൽ തുറന്നേ. അല്പം കഴിഞ്ഞ് വാതിൽ തുറന്ന യാമിയെ അവർ വലിച്ചു പുറത്തേക്ക് ചാടിച്ചു. മോളെ, ദേ ആരാ വന്നേന്ന് നോക്കിയേ. പ്രവീണിനെ നീ അറിയില്ലേ? ഉവ്. അവനെ നോക്കി ചിരിച്ചെന്ന് വരുത്തിയിട്ട് അവൾ ഉമിനീരിറക്കി. നീ എന്നാ മോനോടൊന്ന് സംസാരിച്ചിരിക്കെ, ഞാനേ പോയി ചായ ഇട്ടുകൊണ്ട് വരാം. അമ്മ ഞാനും വരാം. തന്റെ പിന്നാലെ പോകാൻ തുനിഞ്ഞ യാമിയെ അവർ കണ്ണുരുട്ടി പേടിപ്പിച്ചു. അവിടെ നിൽക്കടി, അവളോട് മാത്രമായി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞിട്ട് അവർ അകത്തേക്ക് പോയി. എന്ത് സംസാരിച്ചു തുടങ്ങണമെന്നറിയാതെ അവൻ പരിങ്ങിയപ്പോ യാമി വെളിയിലേക്ക് നോക്കി. പുറത്ത് അവന്റെ ബൈക്ക് ഇരിക്കുന്നത് അവൾ കണ്ടു. ഇവിടെ എത്തിയപ്പോഴേ അവൻ പുറത്തേക്ക് വിരൽ ചൂണ്ടി. ആ ബൈക്ക് പെട്ടെന്ന് കേടായിപ്പോയി. അപ്പോഴാ ഞാൻ ആന്റിയെ കണ്ടത്. അവൾ തലകുലുക്കി. വീണ്ടും എന്തു പറയണമെന്നറിയാതെ കടന്നുപോയ നിമിഷങ്ങൾ. വാതിലിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി നിൽക്കുന്ന യാമിയുടെ മുന്നോട്ടെടുത്ത മുടിത്തുമ്പിലും സ്വപ്നമുറങ്ങുന്ന വിടർന്ന കണ്ണുകളിലും ആ തൊടുത്ത ചുണ്ടിലുമെല്ലാം അവന്റെ കണ്ണുകൾ മേഞ്ഞു നടന്നു. ശേ, ചേട്ടച്ചാരുടെ കല്യാണം എത്രയും പെട്ടെന്നൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. മനപ്പായസം കുടിക്കുന്നതിനിടയിൽ പെട്ടെന്നാണ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിയത്. പ്രതീക്ഷിക്കാതെയുള്ള ആ നോട്ടത്തിൽ കട്ടു തിന്നുന്നത് കണ്ടുപിടിച്ചതുപോലെ അവന്റെ മുഖത്തെ ചിരി കോടിപ്പോയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വെപ്രാളം മറച്ചു പിടിക്കാനുള്ള ചോദ്യവും അവന്റെ മുഖത്തെ ചമ്മലും. ചിരി അടക്കിയവൾ. ആഹാ, വില്ലേജ് ഓഫീസിൽ നിന്ന് ഓഫീസർമാരൊക്കെ ഇപ്പൊ വീടുകളിലേക്ക് ഇറങ്ങി തുടങ്ങിയോ? ചോദ്യം കേട്ട് തിരിഞ്ഞു നോക്കിയ പ്രവീൺ ഗേറ്റ് കടന്ന് നടന്നു വരുന്ന റോസിനെ കണ്ട് ഒന്നുകൂടെ പരിങ്ങി. ഞാനേ ഇതുവഴി പോയപ്പോ ഈ ബൈക്ക് ഇരുന്നിടത്തു നിന്നും അറിയാതെ എഴുന്നേറ്റുകൊണ്ടവൻ നിന്ന് വിക്കി. കേടായി കാണും അല്ലേ? ആ, അതെങ്ങനെ മനസ്സിലായി? ഓ, അത് മനസ്സിലാക്കാൻ അത്ര വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. എന്നിട്ട് ബൈക്ക് ശരിയായോ? ചോദ്യത്തിനിടയ്ക്ക് റോസിന്റെ നോട്ടം യാമിയുടെ നേരെ നീണ്ടു. അവൾ അവിടെ വാ പൊത്തിപ്പിടിച്ച് ചിരി അടക്കി നിൽപ്പാണ്. ഓ, അവൻ നിന്ന് തല കുലുക്കി. പിന്നെന്താ പോവാതെ ഇവിടെ തന്നെ? റോസ് അവനെ വിടാനുള്ള ഭാവമില്ലായിരുന്നു. അത് പിന്നെ ആന്റി പറഞ്ഞിട്ട് കേറിയതാ. അല്ല, റോസമ്മ എന്താ ഇവിടെ? ഇന്നേ ഞങ്ങൾക്കൊരു സിനിമക്ക് പോകാനുള്ള പരിപാടിയുണ്ട്, ഇവളെ കൂട്ടാൻ വന്നതാ. വരാന്തയിലേക്ക് കയറി അരമതിലേക്ക് ഇരിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ആണോ? ഏത് സിനിമ? കുറുപ്പിന്റെ കണക്ക് പുസ്തകം. സത്യത്തിലേ ഞാനും അത് കാണാനിറങ്ങിയതാ. പെട്ടെന്നായിരുന്നു അവന്റെ മറുപടി. റോസ് കണ്ണുകൾ ചുരുക്കി അവനെ നോക്കി. ഇതുവഴിയോ? അല്ല, അതെ,
ഇതുവഴി ഒരു എളുപ്പവഴിയുണ്ട്. ഏത് കായലി കൂടെയോ? അതുകൂടി ആയതോടെ അവൻ നിന്ന് വിയർക്കാൻ തുടങ്ങി. തുടരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും പ്രവീണിന്റെ ഉരുണ്ടുകളിയും. ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് യാമി ഒരു വിധത്തിൽ പിടിച്ചു നിന്നു. ആ റോസമ്മയും വന്നോ? ചായയുമായി വാതിൽ കടന്നു വന്ന ശ്രീലതയുടെ ചോദ്യം കേട്ട് റോസ് നോട്ടം മാറ്റി ചിരിച്ചു. പിള്ളേരെ, ദേ ഫസ്റ്റ് ഷോക്ക് പോകുന്നത് ഇന്നത്തോടെ നിർത്തിയേക്കണം കേട്ടോ. ചായ കപ്പ് വെച്ചിരുന്ന ട്രേ പ്രവീണിന് നേർക്ക് നീട്ടുന്നതിനിടയിൽ ശ്രീലത രണ്ടിനെയും നോക്കി കണ്ണുകൾ ഉരുട്ടി. ശ്രീയമ്മേ, വൃശ്ചികയും അവളുടെ ഏട്ടനും ഉണ്ട്, അതുകൊണ്ടല്ലേ. പിന്നെ ദേ പ്രവീണേട്ടനും ആ സിനിമയ്ക്ക് പോകുന്നുണ്ടെന്ന്. ഏ, അവരുടെ മുഖം വിടർന്നു. ആണോ മോനെ? ഉം. എന്നാ പിന്നെ കുഴപ്പമില്ല. വേഗം റെഡിയായി പോകാൻ നോക്ക്. അമ്മ പറഞ്ഞതോടെ രക്ഷപ്പെട്ടതുപോലെ യാമി റോസിന്റെ കൈയും പിടിച്ച് അകത്തേക്ക് നടന്നു. റോസിനെയും വലിച്ചുകൊണ്ട് അകത്തേക്ക് പോയ അവൾ മുറിയിൽ കയറിയ ഉടനെ വാതിലടച്ച് കട്ടിലിൽ കിടന്നുറക്കെ പൊട്ടിച്ചിരിച്ചു. റോസ് അവളെ അത്ഭുതത്തോടെ നോക്കി നിന്നു. ചിരി നിർത്താനാവാതെ നിറഞ്ഞുപോയ കണ്ണുകൾ കൈ ഉയർത്തി തുടച്ചിട്ട് കിതച്ചുകൊണ്ട് അവൾ റോസിനെ നോക്കി. ഓ, എത്ര നാളായി മോളെ നീ ഇങ്ങനെ ഒന്ന് ചിരിച്ചു കണ്ടിട്ട്. റോസ് അവളുടെ കവിളിൽ അമർത്തി ഉമ്മ വെച്ചു. എങ്ങനെ ചിരിക്കാതിരിക്കും എന്റെ റോസമ്മോ? എത്ര നേരമായിരുന്നോ അങ്ങേരി വീടിന്റെ മുന്നിൽ കിടന്ന് സർക്കസ് തുടങ്ങിയിട്ട്. മുന്നിലൊരു ബൈക്ക് വന്ന് നിൽക്കുന്ന കേട്ടിട്ടാ ഞാൻ ജനാലെ കൂടി നോക്കിയേ. അപ്പൊ ഇങ്ങനെ ബൈക്ക് നിർത്തി ഇറങ്ങുന്നു. അവളുടെ ഉത്സാഹം കണ്ടപ്പോ റോസിനും ഹരമായി. എന്നിട്ട് അവൾ ചോദിച്ചു. എന്നിട്ടെന്താ, കുറുക്കൻ കോഴിക്കൂട്ടിലേക്ക് നോക്കും പോലെ അതിന്റെ ചോട്ടിലെ കുത്തിയിരുന്നും കൊണ്ട് ഇങ്ങോട്ട് നോക്കി ഇരിപ്പായിരുന്നു. അപ്പോഴാ അമ്മ വന്നത്. എനിക്ക് മനസ്സിലാവാത്തത് അതല്ല, നിന്റെ അമ്മയുടെ മുഖഭാവം ശ്രദ്ധിച്ചായിരുന്നോ? ഒരുമാതിരി കൊല്ലാൻ പോകുന്ന കോഴിക്ക് തീറ്റ ഇട്ട് കൊടുക്കും പോലല്ലായിരുന്നോ ചായ കൊടുക്കുന്നേരം ആ മുഖം ഇരുന്നേ? കണ്ണുകൾ മേലേക്കാക്കി ഓർക്കുന്നവളുടെ കവിളിൽ യാമി വിരല് കൊണ്ടൊന്ന് കുത്തി. ഒന്ന് പോയേടി, അതൊന്നും അല്ല കാര്യം. അങ്ങേരുടെ അമ്മ കല്യാണാലോചനയുടെ ഒരു സൂചന കൊടുത്തതിൻ്റെയാ ആ സ്നേഹം. ഇതൊക്കെ എപ്പോ? കോളടിച്ചല്ലോടി പെണ്ണേ. റോസ് അവളെ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചപ്പോ വിളക്കൂതി കെടുത്തിയതുപോലെ അവളുടെ മുഖം മങ്ങിപ്പോയി. ഒരു നെടുവീർപ്പോടെ എഴുന്നേറ്റ് കണ്ണാടിക്ക് നേരെ തിരിഞ്ഞവളെ റോസ് വീണ്ടും പിന്നിൽ നിന്നും ചേർത്ത് പിടിച്ചു. പോട്ടെ മോളെ, ഈ വിധി എന്ന് പറയുന്നതേ വല്ലാത്തൊരു കോമാളിയാ. ആഗ്രഹിച്ചതിനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എടുക്കാൻ കൈ നീട്ടുമ്പോൾ തട്ടിത്തെറിപ്പിച്ച് കളയും. എന്നിട്ട് തരിക മറ്റെന്തെങ്കിലും ആവും. യാമിയുടെ താടിക്ക് പിടിച്ച് മുഖം തനിക്ക് നേരെ തിരിച്ചുകൊണ്ടവൾ പറഞ്ഞു. ചിലപ്പോഴൊക്കെ അത് ആഗ്രഹിച്ചതിനേക്കാളും നല്ലതും ആവും കേട്ടോ. അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ യാമിയെ കൈ തട്ടി മാറ്റിയിട്ട് പൗഡർ ടിന്നെടുത്തു. നേരിയ കുറുമ്പോടെ പൗഡർ ഇടുന്നവളെ നോക്കി നിൽക്കുന്നതിനിടയിൽ പുറത്ത് വാരിയിടത്തെ കാറിന്റെ ഹോൺ മുഴങ്ങി. റോസിന്റെ മുഖം വിടർന്നു. നീ വന്നേക്കേ, ഞാൻ കാറിലുണ്ടാവും. യാമിക്ക് മറുപടിക്കുള്ള സാവകാശം പോലും കൊടുക്കാതെ റോസ് പുറത്തേക്കോടി. കാർ ഓടിക്കുന്ന പ്രജിത്തിന്റെ അടുത്ത് ഇരിക്കാനുള്ള ആഗ്രഹത്തോടെ ഓടിച്ചെന്ന റോസിന്റെ മുഖം കടന്നല് കുത്തിയതുപോലെ വീർത്തു. അങ്ങേരുടെ തൊട്ടടുത്ത സീറ്റിലേക്ക് കയറിയിരുന്ന് സംസാരിക്കുന്ന പ്രവീണിനെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യത്തോടെ അവൾ നോക്കി. പിൻ സീറ്റിലിരുന്ന് വൃശ്ചിക അടക്കിച്ചിരിക്കുന്നു. വാ, ഇങ്ങോട്ട് കയറിക്കോ. തനിക്ക് വേണ്ടി കാറിന്റെ പുറകിലെ ഡോർ തുറന്നു പിടിക്കുന്നതിനിടയിലും ചിരിക്കുന്ന അവളെ നോക്കി റോസ് പല്ല് കടിച്ചു. ഞാനെന്ത് ചെയ്തിട്ടാ നീ എന്നെ നോക്കി പല്ല് കടിച്ചു പൊട്ടിക്കുന്നേ? റോസിന് മാത്രം കേൾക്കാൻ പാകത്തിലാണ് അവൾ ചോദിച്ചത്. യാമിക്ക് വേറൊരു ചെറുക്കനെ കൂടി അന്വേഷിക്കേണ്ടി വരും കേട്ടോ. ഇങ്ങനെയുടെ അവസാനം മിക്കവാറും എന്റെ കൈകൊണ്ടാവും, തീർച്ച. പിന്നിലെ സീറ്റിലേക്ക് ഇരിക്കുന്നതിനിടയിൽ മുറുമുറുത്ത റോസിനെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന പ്രജിത്ത് കാറിന്റെ കണ്ണാടിയിൽ കൂടി ഒന്ന് നോക്കി. അവനെ നോക്കി പല്ല് ഞെരിച്ചുകൊണ്ട് അവൾ കാറിന്റെ ഡോർ വലിച്ചടച്ചു. അല്പനേരം കഴിഞ്ഞ് ഒരു മെറൂൺ ചുരിദാറുമിട്ട് വീടിന്റെ പടികൾ ഇറങ്ങി വരുന്ന യാമിയെ കണ്ടതും സ്വിച്ച് ഇട്ടതുപോലെ പ്രവീണിന്റെ സംസാരം നിലച്ചു. വായി നോക്കി. അരിശം തീരാതെ റോസ് പിറുപിറുത്തു. തിയേറ്ററിൽ റോസ് പ്രജിത്തിന്റെ അടുത്തേക്ക് ഇരിക്കുന്നത് കണ്ട പ്രവീൺ യാമിയുടെ അടുത്തേക്ക് തിക്കി തിരക്കി ചെന്നെങ്കിലും അതിനു മുന്നേ അവൾ റോസിന്റെയും വൃശ്ചികയും ഇടയിലേക്ക് കയറി ഇരുന്ന് കളഞ്ഞു. എന്തോ കളഞ്ഞുപോയ അണ്ണാനെ കൂട്ടിയിരുന്ന അവനെ കൊണ്ട് ഇന്റർവെൽ സമയത്ത് ഐസ്ക്രീമും മറ്റും വാങ്ങിപ്പിച്ച് അങ്ങോട്ടു പോയപ്പോൾ പ്രജിത്തിന്റെ അടുത്തിരിക്കാൻ പറ്റാതിരുന്നതിന്റെ ദേഷ്യം റോസും തീർത്തു. സിനിമ കഴിഞ്ഞ് രാത്രി തിരികെ യാമിയെയും പ്രവീണിനെയും അവളുടെ വീടിന് മുന്നിൽ ഇറക്കിയിട്ട് റോസിനെ ഇറക്കാൻ അവളുടെ വീടിന് മുന്നിൽ എത്തിയപ്പോ
മുൻവശത്തെ റോഡിനോരം ചേർന്ന് ഒരു ബെൻസ് കാർ കണ്ടതും എല്ലാവരും തല വെളിയിലേക്കിട്ട് നോക്കി. ഇതാരപ്പാ പെൻസിലൊക്കെ വന്നേക്കുന്നേ? വൃശ്ചികയുടെ ചോദ്യം കേട്ട് റോസ് കൈമലർത്തി. നിന്റെ അപ്പച്ചന്റെ വീട്ടുകാർ വല്ലതും ആന്നോടി? ഏയ്, അതിനുള്ള സാധ്യതയില്ല. പുറത്തേക്ക് ഇറങ്ങി വൃശ്ചിക കാണാതെ മുൻവശത്തെ ഡോറിലൂടെ കൈയിട്ട് പ്രജിത്തിന്റെ തോളിലൊന്ന് തോണ്ടുന്നതിനിടയിൽ റോസ് പറഞ്ഞു, വേറെ ആര് വരാനാ ബെൻസിലൊക്കെ, അതും ഈ നാട്ടില്. ഇത് മിക്കവാറും കരിമ്പനക്കാട്ട് നിന്ന് തന്നെ ആവും കേട്ടോ. പ്രജിത്തിന്റെ അഭിപ്രായം കേട്ട് അവൾ വീടിന് നേർക്ക് നോക്കി. അകത്തുനിന്നും ആരുടെയൊക്കെയോ സംസാരങ്ങൾ കേൾക്കാം. ബന്ധുക്കളെയൊക്കെ കിട്ടിക്കഴിയുമ്പോ ഞങ്ങളെ മറക്കൂ റോസമ്മോ? വൃശ്ചികയുടെ ചോദ്യത്തിന് അവളുടെ കൈ വലിച്ചെടുത്ത് ഒരു കടി കൊണ്ടാണ് റോസ് മറുപടി പറഞ്ഞത്. കൈ വീശി അവർക്ക് ടാറ്റ കൊടുത്തിട്ട് അകത്തേക്ക് ഓടിക്കയറി ചെന്ന റോസിന്റെ കണ്ണിൽ ആദ്യം പെട്ടത് സ്റ്റെല്ല കുഞ്ഞമ്മയും ജോണച്ചാച്ചനുമാണ്. അപ്പോഴേക്കും ജെസി ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞു. പിന്നീടാണ് അവൾ സ്റ്റീഫൻ വല്യപ്പച്ചനെയും സേവിച്ചനെയും ഒക്കെ കണ്ടത്. കൂട്ടത്തിൽ റോസി വല്യമ്മയും ഉണ്ട്. അത്ഭുതത്താൽ അവളുടെ കണ്ണുകൾ വിടർന്നു. അവരുടെ മുഖത്തെ ചിരിയും സ്നേഹം നിറഞ്ഞ നോട്ടങ്ങളും ഒക്കെ കണ്ട് അവൾ അമ്മച്ചിയെ നോക്കി. അവിടെ പതിവ് പോലെ അർത്ഥം മനസ്സിലാവാത്തൊരു ഭാവം മാത്രം. ആ, മോള് വന്നല്ലോ. ഞങ്ങൾ ഇത്രയും നേരം മോളെ കാത്തിരിക്കുകയായിരുന്നു. കേട്ട വാക്കുകൾ സ്റ്റീഫൻ വല്യപ്പച്ചന്റെ വായിൽ നിന്ന് തന്നെയാണോ എന്നൊരു സംശയത്തോടെ അവൾ ഒരിക്കൽ കൂടെ സൂക്ഷിച്ചു നോക്കി. ആ മുഖത്തപ്പോഴും ഒരു ചിരി ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അവളുടെ മുഖത്തെ സംശയം കണ്ടിട്ടാവണം സ്റ്റീഫൻ വല്യപ്പച്ചൻ എഴുന്നേറ്റ് അടുത്തേക്ക് ചെന്നു. മോള് വല്യപ്പച്ചനോട് ക്ഷമിക്കണം. അന്നത്തെ ആ ദേഷ്യത്തിന് മോളോടും അമ്മച്ചിയോടും അരുതാത്തൊക്കെ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നിനക്കറിയോ, നിന്റെ അപ്പച്ചനെയാ ഞങ്ങൾ എല്ലാവരും ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത്. അവനന്ന് ആരോടും പറയാതെ നിന്റെ അമ്മച്ചിയെയും കൊണ്ടുവന്നപ്പോ സഹിച്ചില്ല. പഴയ മനസ്സല്ലേ മോളെ, നീ ഞങ്ങളോട് ക്ഷമിക്കേ. സ്റ്റീഫൻ വല്യപ്പച്ചൻ അവളുടെ കൈകളിൽ അരുമയോടെ പിടിച്ചു. അയ്യോ വല്യപ്പച്ച, എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്കാരോടും ദേഷ്യമൊന്നുമില്ല. അയാൾ സ്റ്റെല്ല കുഞ്ഞമ്മയുടെ നേരെ തിരിഞ്ഞു. ഇപ്പൊ എന്തായടി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ഇവളെ എന്റെ ജോക്കൂട്ടന്റെ മോളാ. അവനെ പോലെ തന്നെ കുടുംബക്കാരോട് സ്നേഹമുള്ള മനസ്സാ. കുഞ്ഞമ്മ ഒന്നും പറയാതിരുന്നത് റോസ് ശ്രദ്ധിച്ചു. മോളെയും അമ്മച്ചിയെയും അപ്പാപ്പന്റെ 40-ന് വിളിക്കാൻ വന്നതാ ഞങ്ങള്. നിങ്ങൾ രണ്ടാളും ഒരാഴ്ച മുന്നേ അങ്ങോട്ടേക്ക് എത്തിക്കോണം. അവൾ അമ്മച്ചിയെ നോക്കി. അവിടെ നിറമില്ലാത്തൊരു ചിരി മാത്രം. ഇതൊക്കെ ആരാണെന്ന് മോൾക്ക് മനസ്സിലായോ? വല്യമ്മയെയും സേവിച്ചനെയും ചൂണ്ടിക്കൊണ്ട വല്യപ്പച്ചന്റെ ചോദ്യം. അറിയാം. മിടുക്കി. അയാൾ അവളുടെ മുടിയിലൊന്ന് തലോടിയിട്ട് ട്രീസാമ്മയെ നോക്കി. ട്രീസാമ്മ ഒന്നും പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ അന്നേ ദിവസം വരാ ചാച്ച, അത് മതി. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റത്തില്ല. വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ. അതൊക്കെ വീട്ടിൽ വരുമ്പോ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അപ്പച്ചന്റെ സ്വത്തിന് ജോക്കൂട്ടിന് ഒരു ഓഹരിയുള്ളതാ. അവനില്ലാത്ത സ്ഥിതിക്ക് അത് അവന്റെ മോൾക്ക് തന്നെ കൊടുക്കണമെന്ന് ഞാനാ അപ്പച്ചനോട് നിർബന്ധമായിട്ട് പറഞ്ഞത്. അതിന്റെ കാര്യം കൂടി സംസാരിക്കാനാ നേരത്തെ വരണമെന്ന് പറഞ്ഞത്. റോസ് കണ്ണു മിഴിച്ച് അമ്മയെ നോക്കി. അയ്യോ, സ്വത്തൊന്നും ഞങ്ങൾക്ക് വേണ്ട ചാച്ച. എന്റെ സ്വത്ത് എന്റെ ഇച്ഛായനായിരുന്നു. അത് പറഞ്ഞപ്പോ അമ്മച്ചിയുടെ തൊണ്ട ഇടറിപ്പോയത് കണ്ട് റോസ് അമ്മച്ചിയെ ചേർത്ത് പിടിച്ചു. അങ്ങേര് പോയതിന് പകരമായി എത്ര സ്വത്ത് കിട്ടിയാലും എന്ത് കാര്യം? ട്രീസാമ്മ കണ്ണുകൾ തുടച്ചു. ട്രീസ അങ്ങനെ പറയരുത്. സ്വത്തുക്കളെല്ലാം റോസിന്റെ പേരില അപ്പച്ചൻ എഴുതി വെച്ചിരിക്കുന്നത്. അവൾക്കത് വേണ്ട എന്ന് പറഞ്ഞ അതെല്ലാം അനാഥാലയത്തിലേക്ക് പോകും. അപ്പച്ചൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതൊക്കെ അനാഥാലയത്തിൽ കൊടുക്കണമെന്നാണോ നിങ്ങൾ പറയുന്നേ? ട്രീസാമ്മയും റോസും അതിന് മറുപടി പറഞ്ഞില്ല. എന്നതായാലും അതൊക്കെ നമുക്ക് വിശദമായി വീട്ടിൽ വെച്ച് സംസാരിക്കാം. സ്റ്റീഫൻ വല്യപ്പച്ചൻ പറഞ്ഞു നിർത്തിയപ്പോ വല്യമ്മ എഴുന്നേറ്റ് ട്രീസാമ്മയുടെ കയ്യിൽ പിടിച്ചു. ഒരു അനിയത്തിയോടെന്ന പോലെ ഞാൻ പറയുക, പ്രീസ മോളെയും കൂട്ടി തലേ ദിവസമെങ്കിലും വരണം. വാ ചേച്ചി, ഒരു ദിവസമെങ്കിലും നമുക്ക് അവിടെ കൂടാന്നേ. ജെസി റോസിനെയും നിർബന്ധിച്ചു. സ്റ്റെല്ലയും അതോടെ എഴുന്നേറ്റ് ട്രീസാമ്മയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചി, എല്ലാവരും ഒരുമിച്ച് നിന്ന അപ്പച്ചന്റെയും ആത്മാവിനൊരു സന്തോഷമാകില്ലേ? ചേച്ചി മോളെയും കൂട്ടി വരണം. റോസ് പ്രതീക്ഷയോടെ അമ്മച്ചിയെ നോക്കി. വല്യപ്പച്ചൻ അത്രയും സ്നേഹത്തോടെ പറഞ്ഞ സ്ഥിതിക്ക് അപ്പച്ചൻ ജനിച്ചു വളർന്ന വീട്ടിൽ ഒരു ദിവസമെങ്കിലും കഴിഞ്ഞാൽ കൊള്ളാമെന്ന ആഗ്രഹം അവളുടെ മനസ്സിലും ഉണ്ടായിരുന്നു. ഞങ്ങളെന്നാ തലേ ദിവസം വരാ ചാച്ച. ട്രീസാമ്മയുടെ വാക്കുകൾ കേട്ട് സ്റ്റീഫൻ വല്യപ്പച്ചന്റെ മുഖം തെളിഞ്ഞു. അങ്ങേര് സേവിച്ചന്റെ നേർക്ക് നോക്കി. സേവിച്ച നീ എന്താടാ കൊച്ചിനോടൊന്നും മിണ്ടാതിരിക്കുന്നേ? ഓ, ഞങ്ങള് വേണ്ടിക്കോളാം. അവളും എനിക്ക് ജെസിയെ പോലെ തന്നെയല്ലേ അപ്പച്ച.
സേവിച്ചൻ പറഞ്ഞത് കേട്ട് റോസ് സന്തോഷത്തോടെ നിറഞ്ഞു ചിരിച്ചു. ഇന്നലെ വരെ അമ്മച്ചി മാത്രം ഉണ്ടായിരുന്ന ലോകത്ത് ഇന്നിതാ തനിക്കു ചുറ്റും നിറയെ ബന്ധുക്കൾ. ചേട്ടൻ, അനിയത്തി, വല്യപ്പച്ചൻ, വല്യമ്മ, കുഞ്ഞമ്മ, ചാച്ചൻ, അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ. അവൾക്ക് അതൊക്കെ എത്രയും പെട്ടെന്ന് പ്രജിത്തിനെ അറിയിക്കണമെന്ന് തോന്നി. അന്ന് ആദ്യമായി വീട്ടിലൊരു ഫോണില്ലാതിരുന്നതിൽ അവൾക്ക് സങ്കടം തോന്നി. എങ്കിലും നാളെ കാലത്ത് തന്നെ ബേക്കറിയിൽ ചെല്ലുമ്പോൾ പ്രജിത്തിനോട് പറയാമെന്നവൾ സ്വയം സമാധാനിപ്പിച്ചു. എന്നാ പിന്നെ ഇനി ഞങ്ങൾ അങ്ങ് ഇറങ്ങിയേക്കട്ടെ. മോളെ നോക്കി നിന്ന് നേരെ ഒരുപാടായി. 40ന്റെ കാര്യങ്ങളെ ഇനിയും കുറെ അടുപ്പിക്കാനുണ്ടെന്നേ. ഒന്നിനൊരു കുറവും വരുത്തിയേക്കരുതെന്നാ ജോസക്കുഞ്ഞമ്മ പറഞ്ഞേക്കുന്നേ. എന്നാ വല്യപ്പച്ചൻ ഇറങ്ങട്ടെ മോളെ. റോസിന്റെ കവളിൽ പിടിച്ച് കൊഞ്ചിച്ചതിന് ശേഷം ആദ്യം വല്യപ്പച്ചൻ ഇറങ്ങി. അയാൾക്ക് പിന്നാലെ ബാക്കിയുള്ളവരും യാത്ര പറഞ്ഞിറങ്ങിയപ്പോ റോസ് അമ്മച്ചിയെ വട്ടം കെട്ടിപ്പിടിച്ചു. ആ സ്വത്തിന്റെ കാര്യം ഓർത്താന്നേ അധികം സന്തോഷമൊന്നും വേണ്ട. ഇത്രയും നാൾ അപ്പച്ചനെ വേണ്ടാതിരുന്നവരുടെ സ്വത്ത് നമുക്കും വേണ്ട മോളെ. അതിന് ആർക്ക് വേണം അമ്മച്ചി ആ സ്വത്തൊക്കെ? എനിക്ക് വേണ്ടത് എല്ലാവരെയുമാ. ഞാൻ അമ്മച്ചിയോട് നേരത്തെ പറയാറില്ലേ, ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളൊരു വീട് അതിൻ്റെ ഒരു സ്വപ്നമാ അമ്മച്ചി. അതിന് മറുപടി പറയാതെ ട്രീസ അവളുടെ മുടിയിൽ തലോടി സ്നേഹത്തോടെ ചിരിച്ചു. പിറ്റേന്ന് കാലത്ത് പ്രജിത്തിന്റെ കടയിലേക്ക് ഓടാൻ റോസിന്റെ മനസ്സ് തിടുക്കം കൂട്ടി. ചുണ്ടിലൊരു മൂളിപ്പാട്ടോടെ ഒരുങ്ങുന്ന അവളെ കണ്ട് തയ്ക്കുന്നതിനിടയിൽ അമ്മച്ചി പുരികങ്ങൾ ഉയർത്തി. കാലത്തെ മുതലേ നല്ല സന്തോഷത്തിലാണല്ലോ കൊച്ചി. പിന്നല്ലാതെ ഇന്നലെ അപ്പച്ചന്റെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന കാര്യമൊക്കെ അവളുമാരോട് പറയാഞ്ഞിട്ടേ ഒരു സമാധാനവും ഇല്ല അമ്മച്ചി. കാലത്തെ തന്നെ പോയി അതൊക്കെ ഒന്ന് വിളമ്പിയിട്ട് വരാം. കൂടുതൽ അങ്ങ് സന്തോഷിക്കണ്ട കൊച്ച്, ചിലപ്പോ ദുഃഖിക്കേണ്ടിയും വരും. ഓ തുടങ്ങി എന്റെ അമ്മച്ചി കാലത്തെ തന്നെ ഇങ്ങനെ നിരുത്സാഹം വിതറല്ലേ. ചെല്ല് ചെല്ല്. തയ്യൽ തുടർന്ന അമ്മച്ചിയെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയും കൊടുത്തിട്ട് റോസ് പുറത്തേക്ക് ഇറങ്ങി. യാമിയുടെ വീട്ടിൽ ചെന്നപ്പോ പതിവ് പോലെ അമ്പലത്തിലേക്ക് പോകാൻ തയ്യാറായി അവൾ വാതിൽക്ക തന്നെ നിൽപ്പുണ്ടായിരുന്നു. നീ ഇപ്പോഴും അങ്ങേർക്ക് വേണ്ടി തന്നെയാണോടി പെണ്ണെ ദേവരോട് പ്രാർത്ഥിക്കുന്നേ? തിരിച്ചു നിർത്തിയ സ്കൂട്ടറിലേക്ക് കയറുന്ന യാമിയോടുള്ള ചോദ്യത്തിന് മറുപടി ഉണ്ടായില്ല. റോസ് പിന്നെ കൂടുതൽ ചോദിക്കാനും നിന്നില്ല. ഭാര്യയടുത്ത് ചെന്ന് വൃശ്ചികയെയും കണ്ട് രണ്ടുപേരോടും കൂടി ഒരുമിച്ച് കാര്യം പറയാനായിരുന്നു അവളുടെ പ്ലാൻ. 100 പോയ വണ്ടി ഭാര്യയടുത്തെ മതിൽക്കെട്ടിന് മുന്നിലെത്തിയപ്പോ അവിടെ ചെറിയൊരാൾക്കൂട്ടം. ഭാസ്കരനും ആൻഡോ ചേട്ടനും കവലയിൽ ചായക്കട നടത്തുന്ന കേശവൻ ചേട്ടനും ഒക്കെയുണ്ട് ആ കൂട്ടത്തിൽ. കൂടി നിൽക്കുന്നവരുടെ അടുത്ത് കൊണ്ടുപോയി റോസ് സ്കൂട്ടർ ചവിട്ടി നിർത്തി. എന്ത് പറ്റി കേശവൻ ചേട്ടാ? എന്റെ മോളെ വെളുപ്പിനെ മുതൽ നമ്മുടെ കൃഷ്ണൻകുട്ടിമാരെ കാണാനില്ലെന്ന്. തുടരും. താളം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകി സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു. Sim, sim.